ഇനി അദ്ദേഹം വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്. സന്മാർഗികത എന്താണെന്ന് പഠിക്കണം വേണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ ഖുർആൻ വായിക്കണമെന്ന്. സന്മാർഗികത നമ്മൾ എന്താണെന്ന് പഠിക്കാൻ നമ്മൾ ഖുർആനിൽ ചെല്ലണമെന്ന്. നമുക്കൊന്ന് കേൾക്കാം. ആരിലാണ് ഇത് പൂർത്തീകരിക്കപ്പെടുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട നിധിൻ ആത്മാർത്ഥമായി ചിന്തിക്കുക. തർക്കിക്കാൻ വേണ്ടി അല്ലാതെ ചിന്തിക്കുക ആത്മാർത്ഥമായി. ഒന്നാമത് പറഞ്ഞത് എന്താണ്? അവൻ വന്നാൽ നിങ്ങളെ ധർമ്മത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ബോധ്യപ്പെടുത്തും, ലോകത്തെ ബോധ്യപ്പെടുത്തും. ഒന്നാമത്തേത് ധർമ്മത്തെ, രണ്ടാമത്തേത് നീതിയെ, മൂന്നാമത്തേത് ന്യായവിധിയെ. ഞാൻ ചോദിക്കട്ടെ, ഈ മൂന്ന് വിഷയത്തിലും പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നവർ എന്ന് പറയുന്ന വ്യത്യസ്ത സഭകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലേ? പരിശുദ്ധാത്മാവ് എങ്ങനെയാ വഴി നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താ മാർഗം? സഭകൾ പറഞ്ഞു തരാനാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. കത്തോലിക്ക സഭ പറയുന്നു പയപ്പൽ ഇൻഫാലിബിലിറ്റി, പോപ്പിനെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാ, പോപ്പ് പറയുന്നതാ ശരി. പെന്തക്കോസ്ത് സഭകൾ പറയുന്നു സഭകളിൽ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതാ ശരി. ഈ മൂന്ന് വിഷയത്തിലും സഭകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്ന് ധർമ്മം, ഓരോ വിഷയത്തിലും ധർമ്മം എന്താണ് അധർമ്മം എന്താണ് വിഷയം അഭിപ്രായ വ്യത്യാസമല്ലേ? നിങ്ങൾ ആലോചിക്കുക, വിഗ്രഹാരാധന ബൈബിളിൽ പറയുന്ന ഏറ്റവും വലിയ അധർമ്മം, അത് ശരിയാണ് എന്ന്, വിഗ്രഹം വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന്, വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുന്ന കത്തോലിക്കർ, വിഗ്രഹാരാധന വലിയ പാപം എന്ന് വിശ്വസിക്കുന്ന പെന്തക്കോസ്തുകാർ. ആരെയാണ് വഴി നടത്തുന്നത്? പരിശുദ്ധാത്മാവ്. ആരെയാ വഴി നടത്തുന്നത്? ഏതെങ്കിലും വിഷയത്തിൽ കൃത്യമായി പറയാണ്ടോ? അതേസമയം നിങ്ങൾ നോക്കുക, പരിശുദ്ധ ഖുർആൻ, മുഹമ്മദ് നബിയുടെ ജീവിതം മുസ്ലിങ്ങൾക്കിടയിലേക്കല്ല പറഞ്ഞത്, മറിച്ച് അയാൾ വന്നാൽ വഴി നടത്തുന്ന പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുക. ഓരോ വിഷയത്തിലും കൃത്യമായ ഉത്തരം കിട്ടുമല്ലോ. ഏത് വിഷയത്തിൽ എന്താ ധർമ്മം എന്താ അധർമ്മം എന്നുള്ള വിഷയത്തിൽ കൃത്യമായ ഉത്തരം എവിടെ നിന്ന് കിട്ടും? ഖുർആനിൽ നിന്ന് കിട്ടും, പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടും. ഇവിടെ കുറെ കുട്ടികൾ റോട്ടിലിറങ്ങി ചുംബിച്ചുകൊണ്ട് ചുംബന സമരം നടത്തിക്കൊണ്ട് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. അത് ശരിയോ തെറ്റോ ചർച്ചയുണ്ടായി, തർക്കമുണ്ടായി. ഇവിടെ നമ്മളെ കൃത്യമായി വഴി നടത്തേണ്ട വേദഗ്രന്ഥങ്ങൾ എന്ത് പറയുന്നു ആ വിഷയത്തിൽ? അവിടെ കൃത്യമായ വഴി നടത്തുന്ന പരിശുദ്ധ ഖുർആന് കൃത്യമായി പറയാനുണ്ട്, ലാ തഖറബുസ് സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തോട് സമീപിക്കരുത്, അത് വളരെ ദൂഷ്യമായ പ്രവർത്തനമാകുന്നു. വ്യഭിചാരത്തോട് സമീപിക്കരുത്. ഇനി നോക്കുക, മദ്യം ഇവിടെ വലിയ ചർച്ചയാണ് അല്ലേ? ധർമ്മം എന്താണ്? മദ്യം പറ്റുമോ പാടില്ലേ? ചിലർ പറയുന്നു പറ്റും, മറ്റു ചിലർ പാടില്ല. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചിലർ പറയുന്നു പറ്റും പാടില്ല, എല്ലാം പറയുന്നു അല്ലേ? പക്ഷേ ബൈബിളിൽ തന്നെ മദ്യത്തിനെതിരെയുള്ള വചനങ്ങളില്ല, ഉണ്ട്. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ 10-ാമത്തെ വചനം, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കില്ല. ഈ വചനം പറയുമ്പോ കത്തോലിക്കൻ എടുക്കുന്നു യേശു ക്രിസ്തു എന്നെ മദ്യം ഉണ്ടാക്കി, മദ്യം കൊടുത്തിട്ട് കുറച്ച് മത്തെല്ലാം പിടിച്ചു, കുഴപ്പമൊന്നുമില്ല. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് യേശു ക്രിസ്തു പച്ചവെള്ളം മദ്യമാക്കി മാറ്റി ആളുകൾക്ക് കൊടുത്തു, അവർക്ക് ലഹരി ബാധിച്ചു. ബൈബിളിലുള്ളത്. ഇവിടെ മദ്യം ശരിയോ തെറ്റോ നിങ്ങൾക്ക് കൃത്യമായി വഴി നടത്തുന്നത് പരിശുദ്ധ ഖുർആനിലേക്ക് പോണ്ടി വരും. ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്ത് മാഇദ 90-ാമത്തെ വചനം, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബുഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. എന്താ പറയുന്നത്? തീർച്ചയായും മദ്യം, ചൂതാട്ടം, പ്രശ്നം വെച്ച് നോക്കൽ, അമ്പുപയോഗിച്ചുള്ള ഭായിക പരീക്ഷണം എല്ലാം പൈശാചിക പ്രവർത്തനങ്ങളാകുന്നു. നിങ്ങൾ അതിൽ നിന്ന് വിരമിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാം. നമ്മൾ തർക്കത്തിന് കൃത്യമായ മറുപടി. മദ്യം പിശാചിന്റെ പ്രവർത്തനമാണ്. ഇദ്ദേഹം ഇവിടെ പറയുന്നത് മദ്യം, വിഗ്രഹാരാധന, വ്യഭിചാരം, ഈ 3 ധാർമ്മികതയാണ് പ്രധാനമായിട്ട് ഇദ്ദേഹം പറയുന്നത്. മറ്റ് ധാർമ്മികതകളും ഉണ്ട്. നമുക്കിത് 3 ഒന്ന് പരിശോധിച്ച ശേഷം നമുക്ക് അവസാനത്തെ പോയിന്റിലേക്ക് കടക്കാം. 3 ഒന്ന് പരിശോധിക്കാം. ആദ്യം ഇദ്ദേഹം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പരസ്യമായിട്ട് സ്ഥിരമായിട്ട് ആക്ഷേപിക്കുന്നത് പോലെ മദ്യം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഇവിടെ ആക്ഷേപിച്ചു. അതുകൊണ്ട് ആദ്യം അതിന് മറുപടി കൊടുത്തതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞതിന് തിരുത്തിലേക്ക് മറുപടി വരാം. പ്രിയ സ്നേഹിതരെ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവിടെ വീഞ്ഞിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഒയിനോസ് എന്നുള്ളതാണ്. അതേ ഗ്രീക്ക് പദം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ,
ഈസോസ് എന്നുള്ള ഗ്രീക്ക് പദവും ഈസോസ് എന്നുള്ള ലിപിയാന്തരവും സെപ്റ്റിജന്റിൽ നിന്ന് എടുത്തതാണ്. ഇതേ ഗ്രീക്ക് പദം തന്നെ സെപ്റ്റിജന്റ് ബൈബിളിൽ ഉണ്ടായിരുന്നു. സെപ്റ്റിജന്റ് ബൈബിളിൽ ഇതേ പദം ഉപയോഗിച്ചിരിക്കുന്നത് മുന്തിരി ചാറിന് വേണ്ടിയാണ്. മുന്തിരി ചാറിന് വേണ്ടിയാണ്. അതേ പദം തന്നെയാണ്. അതായത് അന്ന് യഹൂദന്മാർ അവരുടെ എബ്രായ തോറ, അവരുടെ പഴയ നിയമം, നമ്മൾ പഴയ നിയമം എന്ന് പറയുന്ന വേദഗ്രന്ഥം, അവർ തർജിമ കർത്താവായ യേശുക്രിസ്തുവിന് മുമ്പ് അവർ തർജിമ ചെയ്യുമ്പോൾ അവർ ഈ പദമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ 33 പ്രാവശ്യം അവർ 30-ലധികം പ്രാവശ്യം അവർ ഈ പദം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ആ പദം തന്നെ യോഹന്നാന്റെ സുവിശേഷം വരുമ്പോൾ നമ്മൾ അതിനകത്ത് എടുക്കുന്നതിനകത്ത് എന്താ തെറ്റ്? ന്യായമായിട്ട് ചിന്തിക്കുമ്പോൾ അതല്ലേ എടുക്കേണ്ടത്. 2, ഇദ്ദേഹം പറയുന്നത് മത്തു പിടിച്ചു എന്നുള്ള വാക്കുണ്ടെന്നല്ല. മത്തു പിടിച്ചു എന്നുള്ള വാക്കും തെറ്റായ പരിഭാഷയാണ്. RSV ബൈബിളിൽ അത് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ധാരാളമായി സമൃദ്ധിയായി കുടിച്ചു എന്ന അർത്ഥമാണ് വരുന്നത്. ധാരാളമായി സമൃദ്ധിയായി കുടിച്ചു. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നല്ല വീഞ്ഞ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, നല്ല വീഞ്ഞ് എന്ന് പറഞ്ഞാൽ ലഹരി ഇല്ലാത്ത വീഞ്ഞിനാണ് അവർ നല്ല വീഞ്ഞെന്ന് പറയുന്നത്. ഇത് ബൈബിളിൽ മാത്രമല്ല, ആ സാംസ്കാരിക പശ്ചാത്തലത്തിൽ പോയാലും പ്ലീനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി 23-24, പ്ലൂട്ടോർക്കിന്റെ പുസ്തകം, യഹൂദന്മാരുടെ പശ്ചാത്തലം, ഇതെല്ലാം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വീഞ്ഞെന്ന് അവർ പറയുന്നത് അല്പം പോലും ലഹരി ഇല്ലാത്തതിനെയാണ്. മുന്തിരി ചാറിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇതാണ് ഇദ്ദേഹം തിരുത്തി മദ്യമാക്കി അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന് മനസ്സിലാകത്തില്ലെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞു പ്രവാചകന്മാരുടെ ജീവചരിത്രം അറിയണമെങ്കിൽ നമ്മൾ ഖുറാനിൽ പോകുമോ? പോകത്തില്ല. പിന്നെ മുസ്ലിങ്ങൾ എങ്ങനെ ഈ പ്രവാചകന്മാരുടെ ജീവചരിത്രം പഠിക്കുന്നത്? ഖുറാൻ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും അറിയത്തില്ല. അവർ പഠിക്കാൻ പോകുന്ന പിന്നെ എങ്ങനെയാണ്? അവരുടെ പണ്ഡിതന്മാർ എഴുതിയ പുസ്തകം അവർ വായിക്കും. അവരുടെ പണ്ഡിതന്മാർ, പിൽക്കാലത്ത് ജീവിച്ചിരുന്ന ഇസ്ലാമിക് പണ്ഡിതന്മാർ ബൈബിളിന്റെയും മറ്റ് പുസ്തകങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവർ ഈ പ്രവാചകന്മാരെ പറ്റി എഴുതിയ കഥകൾ അവർ വായിക്കും. അതിലേറ്റവും അവർക്ക് ലഭ്യമായിരിക്കുന്നതിൽ ഒന്നാണ് അൽ തബരിയുടെ ഹിസ്റ്ററി ചരിത്രം എന്ന് പറയുന്നത്. അൽ തബരി ഇവരുടെ ഏറ്റവും വലിയ ചരിത്രകാരന്മാരിൽ ഒരാളാണ്. അൽ തബരി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഹിസ്റ്ററി ഓഫ് അൽ തബരി വോളിയം 4 ഏൻഷ്യൻ കിങ്ഡംസിൽ അദ്ദേഹം യേശു ക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയ കാര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഖുറാൻ വിട്ട് നിങ്ങൾ പ്രവാചകന്മാരെ പറ്റി പണ്ഡിതന്മാരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും? ഞങ്ങൾ പറയുന്നിടത്ത് എത്തേണ്ട വരും. അതിലും ഭേദം ഈ ബൈബിൾ നേരിട്ടങ്ങ് വായിക്കുന്നതാണ്. പ്രിയ സ്നേഹിതരെ, ഖുറാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഖുറാൻ ഇന്ന് തന്നിരിക്കുന്ന ക്രമം അനുസരിച്ച് വായിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ന് മദ്യം കുടിക്കാവുന്നത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്രമത്തിൽ. അത് ഞാൻ എങ്ങനെയാണ് ഇവർ മദ്യം അല്ലെന്ന് കുടിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പിന്നീട് പറയാവുന്നതാണ്. പക്ഷേ ഇന്ന് തന്നിരിക്കുന്ന ക്രമം അനുസരിച്ചാണെങ്കിൽ 4 ഭാഗത്താണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ 4 ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്. 2:219, 4:43 സുര ഖുറാനിലെ അധ്യായങ്ങളിലാണ്, 5:90, 16:64 മുതൽ 67 വരെ. അപ്പൊ നമ്മൾ ആദ്യം വായിച്ചു തുടങ്ങുമ്പോൾ ഏതാ തുടങ്ങുന്നത്? 2 തുടങ്ങും അല്ലേ? ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് വായിക്കുന്ന ക്രമത്തിൽ വായിക്കുന്നുണ്ട് ഏത് വരും? 16 വരും. അപ്പൊ 16 എന്താ പറഞ്ഞിരിക്കുന്നത്? 16 പറഞ്ഞിരിക്കുന്നത് ഈന്തപ്പനകളുടെയും മുന്തിരിവള്ളികളുടെയും ഫലങ്ങളിൽ നിന്നും അതിൽ നിന്ന് ലഹരി പദാർത്ഥവും ഉത്തമമായ ആഹാരങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നു. അള്ളാഹു പറയുന്ന അള്ളാഹുവിന്റെ പ്രൊവിഷൻസിൽ ഒന്നാണ് ഇത് എന്നാണ് 16 ഏറ്റവും അവസാനം നമ്മൾ ആ ഖുറാൻ തന്നിരിക്കുന്ന, ഇപ്പൊ നമ്മളിലോട്ട് തന്നിരിക്കുന്ന ക്രമത്തിൽ വായിച്ചാൽ മനസ്സിലാകുന്നത്. നിഷേധിച്ചിരിക്കുന്നത് എവിടാ? നിഷേധിച്ചിരിക്കുന്നത് 5:90. 5:90 കഴിഞ്ഞിട്ടല്ലേ 16 വരുന്നത്. അപ്പൊ എന്താ ഈ സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും ഇത് ഘട്ടം ഘട്ടമായിട്ട് ക്രമമായിട്ട് അള്ളാഹു മദ്യത്തെ അഥവാ ഇവരുടെ മദ്യത്തെ നിശ്ചിതമാക്കിയതാണ്. ആദ്യമേ കുറച്ചു കാലം ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നീട്
2 219 അതിൽ ഗുരുതരമായ പാപങ്ങളും ചില പ്രയോജനങ്ങളും ഉണ്ട്, എന്നാൽ പാപങ്ങളാണ് അധികം കൂടുതലെന്ന് പറഞ്ഞു. 4:43 പറയുന്നത് ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. പിന്നെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? നിങ്ങൾ പറയുന്നത് എന്തെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നത് വരെ. ബോധമുണ്ടായി കഴിഞ്ഞിട്ട് നമസ്കരിക്കാനായിട്ട് കുടിക്കാമോ? മദ്യപിക്കാമോ? ഘട്ടം ഘട്ടമായിട്ടാണ് എന്ന് നിങ്ങൾ പറയുന്നു. അത് നിങ്ങൾ ഖുറാന്റെ മനസ്സിലാക്കണം. ഖുറാൻ തന്നിരിക്കുന്ന ഇപ്പൊ ലഭിച്ചിരിക്കുന്ന ക്രമം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കിടക്കുന്ന ക്രമമാണ്. ഈ ഖുറാൻ ഒരാൾ 1-ാം അധ്യായം മുതൽ എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ 16-ാം അധ്യായത്തിൽ വരുന്നുണ്ട് കേരള സർക്കാരിന്റെ മദ്യനയം ഇതിനെക്കാട്ടി നല്ലതാണ് എന്ന് പറയേണ്ട തോന്നും. കാരണം ഇന്ന് ഒന്ന് പറഞ്ഞിട്ട് നാളെ തിരുത്തി പറഞ്ഞ് പിന്നെ വേറെ 3-ാമത്തെ ദിവസം 3-ാമത് പറയുന്ന ഒരു രീതിയാണ് വരുന്നത്. ഇതെന്താണെന്നറിയാൻ പിന്നെയും പണ്ഡിതന്മാരെ ആശ്രയിക്കേണ്ടി വരും. ഇതിന്റെ യഥാർത്ഥ ക്രമം എന്താണെന്നറിയാൻ. ഇന്ന് അനുവദിച്ചിരിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞതാ. ഇന്ന് അവരുടെ അഭിപ്രായത്തിൽ ഖുറാൻ അവതരിപ്പിച്ചിരിക്കുന്ന ക്രമം അനുസരിച്ച് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് നിഷേധിക്കുന്നത് കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്രമം അനുസരിച്ച് വാക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരാൾ ഒരു അമുസ്ലിം ഖുറാൻ എടുത്തിച്ച് ബോധനം വായിക്കാൻ വേണ്ടി ഖുറാൻ വായിക്കുകയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും ബോധനം കിട്ടുമോ? പല പണ്ഡിതന്മാരെ കൂടെ ആശ്രയിച്ചാലേ ഇതിൽ നിന്ന് എന്തെങ്കിലും അർത്ഥം കിട്ടുകയുള്ളൂ. എന്നാൽ ബൈബിൾ ഏതൊരാൾക്കും നിങ്ങൾ എടുത്തു കൊടുത്തോ, ഈ വിശുദ്ധ പുസ്തകം ഏതൊരു മനുഷ്യന്റെയും കയ്യിൽ എടുത്തു കൊടുത്തോ, ഇതിനകത്ത് ഒരു ബോധനമേ ഉള്ളൂ: മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. രണ്ടാമത് വിഗ്രഹ ആരാധന ചിലർ അനുവദിച്ചിരിക്കുന്നു പോലും, ചിലർ അനുവദിച്ചിരിക്കുന്നില്ല. അത് മുസ്ലിങ്ങളുടെ ഇടയിലും ഇല്ലേ? ഇദ്ദേഹം പറഞ്ഞത്, അപ്പോസ്തലന്മാരോട് കർത്താവ് പറഞ്ഞത് നിങ്ങളെ വഴി നടത്തും, അതുകൊണ്ട് സഭകളെ വഴി നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. അതാരാ ഇദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുത്തത്? അപ്പോസ്തലന്മാർ നമുക്ക് പറഞ്ഞു തന്നത് ഞങ്ങൾ എഴുതിയിരിക്കുന്നതിനപ്പുറം പോകാൻ പാടില്ല. 1 കൊരിന്ത്യയിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നതിനപ്പുറം പോകാനായിട്ട് പാടില്ല. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരെ നടത്തിയിട്ട് ആ ശിഷ്യന്മാര് നമ്മളോട് പറഞ്ഞത് എഴുതിയിരിക്കുന്ന വചനത്തിനപ്പുറം പോകാനായിട്ട് പാടില്ല. ഈ എഴുതിയിരിക്കുന്ന വചനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആർക്കെങ്കിലും വിഗ്രഹാരാധന ശരിയാണെന്ന് പറയാൻ ഒക്കുമോ? ഈ എഴുതിയിരിക്കുന്ന വചനത്തിനുള്ളിൽ നിന്ന് ആ സഭ ഇത് പറയുന്നു, ഈ സഭ ഇത് പറയുന്നു എന്നുള്ളത് ന്യായമല്ല. അതേ ന്യായവാദങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു ഉന്നയിക്കാം. നിങ്ങളുടെ ഇടയിലും ശവകുടീരങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നവരും വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നവരും KNM മുജാഹിദിനുകൾ അത് ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ അത് ചെയ്യുന്നവരുണ്ട്. വിഗ്രഹാരാധനയെ ഖുറാൻ അംഗീകരിക്കുന്നുവോ? ഞെട്ടിപ്പിക്കുന്ന സത്യമാണ്. ലോകത്തിൽ ഏതെങ്കിലും ഒരു മതം വിഗ്രഹാരാധന നിർബന്ധിതമാക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ആവർത്തിക്കുന്നു, അത് ഹിന്ദുമതമല്ല. ഹിന്ദുമതത്തിൽ വിഗ്രഹാരാധന നിർബന്ധമല്ല. ലോകത്തിൽ ഏതെങ്കിലും ഒരു മതം വിഗ്രഹാരാധന നിർബന്ധമാക്കിയിരിക്കുന്നുവെങ്കിൽ അത് ഇസ്ലാമാണ്, അത് ഖുറാനാണ്. എങ്ങനെയാണ് നമ്മളിത് പറയുന്നത്? ആദ്യമേ ബൈബിൾ വിഗ്രഹാരാധനയെ പറ്റി പഠിപ്പിക്കുന്നൊന്ന് ഓർക്കണം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, ബിംബമോ സ്തംഭമോ നാട്ടരുത്, രൂപം കൊത്തിയ യാതൊരു കല്ലും നമസ്കരിക്കരുത്. എന്ന് മാത്രമല്ല, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞിട്ട് ദൈവം ആവർത്തന പുസ്തകം 12-ാം അധ്യായം അതിന്റെ 30 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ജാതികൾ ആചരിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്നെ റിച്വൽസ് ആൻഡ് റൈറ്റ്സ്, ഇത് ഓർത്തിരുന്നോണം. കല്ലിനെ നമസ്കരിക്കരുത്. ജാതികൾ ചെയ്യുന്ന ക്രമത്തിൽ നിങ്ങൾ ക്രമം കൊണ്ടുവരരുത്. അത് വിഗ്രഹാരാധനയായിട്ട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അഥവാ ഒരുവൻ കല്ലിനെ നമസ്കരിക്കുകയോ ആ ക്രമം തുടരുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ വിഗ്രഹാരാധിയാണ്. ബൈബിളിന്റെ പ്രവാചകന്മാരുടെ പഠിപ്പിക്കലിന്റെ അടിസ്ഥാനത്തിൽ ഹബക്കുക്ക് വിഗ്രഹത്തെ പറ്റി പറയുന്നത്,
ഈ വിഗ്രഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഹബക്കുക്ക് 2:18 ഒന്നും ചെയ്യാൻ കഴിയില്ല, ഈ കല്ലിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ കല്ലിനെ ജാതികളുടെ ക്രമപ്രകാരം ഇവരെന്തെങ്കിലും ആചരിക്കുന്നുണ്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹാരാധന ഇവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ബൈബിളിന്റെ അടിസ്ഥാനത്തിലൊരു തീർപ്പ് വരും. നമുക്ക് നോക്കാം. സ്ലൈഡ് ഉണ്ടോ? ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്യമാണ് ലേവ്യ പുസ്തകം 26 ഇതിൽ നിന്നും, പിന്നെ 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായത്തിൽ നിന്നും അതിനെ ചുംബിക്കരുതെന്നും പറയുന്നുണ്ട്. ഇവര് ഹജ്ജിന് പോയിട്ട് എന്താണ് ഈ ചെയ്യുന്നത്? ഈ കല്ലിനെ ചുംബിക്കുന്നത് വിഗ്രഹാരാധനയല്ലേ? ആരാധനയല്ലേ? സഹീഹ് ബുഖാരി വോളിയം 2 ബുക്ക് 26 ഹജ്ജ്, അതിൽ പറയുന്നത്, ഉമർ പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചുംബിക്കത്ത് ഇല്ലായിരുന്നു. നീ കല്ലിനോട് നോക്കി പറയുന്നത് ഈ കല്ലിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഹബക്കുക്ക് പറഞ്ഞ വിഗ്രഹത്തെ പറ്റി പറഞ്ഞ ഡെഫിനിഷൻ ഉമറും അംഗീകരിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നതിന്റെ ന്യായം, അള്ളാഹുവിന്റെ പ്രവാചകൻ ചുംബിച്ചത് കൊണ്ട് ഞാനും ചുംബിക്കുന്നത്. ഇതെന്തൊരു യുക്തിയാണ്? ഹസ്രത്ത് മുഹമ്മദ് വിഗ്രഹത്തെ ചുംബിച്ചാൽ അത് വിഗ്രഹാരാധന അല്ലാതായി മാറുമോ? ഇതെന്തൊരു യുക്തിയാണ്? കല്ലിനെ ചുംബിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കല്ലിനെ ചുംബിച്ചാലും അവൻ വിഗ്രഹാരാധിയാണ്. പ്രവാചകൻ ചുംബിച്ചിരിക്കുന്നത് കൊണ്ട് അത് വിഗ്രഹാരാധനയല്ലാതായി മാറുമോ? ഉമർ പറഞ്ഞ ന്യായവാദമാണത്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇവിടെ ഒരു കാര്യം ആലോചിക്കണം. ഇവർ തുടരുന്ന ആചാരം ഇവിടുന്ന അവിടെ പോയി പ്രദക്ഷിണയും കാബയ്ക്ക് ചുറ്റും. ഇതാരുടെ ആചാരമാണ്? ഹൈന്ദവരുടെ, ഇന്ന് നമ്മളുള്ള ഹൈന്ദവരുടെ ആചാരമാണ്. ശ്രീ രവിശങ്കറിന്റെ ക്ലിപ്പ് ഒന്നിട്ടെ, ഹിന്ദിയിലാണ്, എന്നാലും നമുക്ക് പൊതുവെ ഹിന്ദി മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ രവിശങ്കറിന്റെ ക്ലിപ്പ് ഒന്നിട്ട് അവർ പറയുന്ന അവകാശവാദമാണ് ശ്രീ രവിശങ്കറിന്റെ. ये किताब यहाँ ले है हिंदुइज्म एंड इस्लाम, वो किताब लेके पढ़ो। मोहम्मद पैगंबर के चाचा भगवान शिव के स्तुति लिखे हैं, और काबा जो है वो एक शिव मंदिर था, ये भी बात है। तो मैंने लिखा काबा की जो परिक्रमा करते हैं 7 बार, ये वही पद्धति है जैसे परिक्रमा उसको पूजते हैं। वो बोलता है उसको पूजते नहीं है, ये गलत लिखा है। अरे भाई पूजते नहीं हो तो उसको सम्मान क्यों देते हो? सम्मान देना है तो पूजा है, काबा का सम्मान ही तो पूजा है। वो कहते नहीं, वो सम्मान नहीं करते, हम पूजते नहीं है, हम सिर्फ घूमते हैं, ये वो बोलता। अब इतना मूर्ख आदमी बोलता है नहीं है, खरगोश का 3 सिंग है। अब हाँ भाई तुम ही तो बड़े हो, अब क्यों? നമ്മൾ ഒന്ന് ആലോചിക്കണം. ശ്രീ രവിശങ്കർ പറയുന്നതും ആ ആചാര്യ ഹിന്ദു ആചാര്യൻ, ബഹുമാനീയനായ ഹിന്ദു ആചാര്യൻ പറയുന്നതും, ഈ ആചാരം നിങ്ങൾ ചെയ്താൽ അത് വിഗ്രഹാരാധനയാണ്. അത് തന്നെയാണ് ബൈബിൾ മുമ്പ് പറഞ്ഞത്. ആ ആചാരം നിങ്ങൾ ചെയ്യരുത്. ആവർത്തന പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? ആ ആചാരങ്ങൾ നിങ്ങൾ ചെയ്യരുത്. കാരണം ആ ആചാരങ്ങൾക്ക് ഒരു അർത്ഥമുണ്ട്. ആ ആചാരം വിഗ്രഹാരാധനയാണ്. ആ ആചാരം വിഗ്രഹാരാധനയാണെന്ന് ബൈബിള് മാത്രമല്ല അവരും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഇത് ചെയ്തിട്ട് ഇതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് യുക്തിയാണ് അതിനകത്തുള്ളത്? കാബയ്ക്ക് ചുറ്റും പോയി പ്രദക്ഷിണം ചെയ്യും, എന്നിട്ട് പോയി ചുംബിക്കും, എന്നിട്ട് നമ്മൾ വിശ്വസിക്കണം ഇതൊന്നും വിഗ്രഹാരാധനയേ അല്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്തില്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്തെന്ന് പറഞ്ഞാലും ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും യുക്തിപരമായിട്ട് അത് വിഗ്രഹാരാധന തന്നെയാണ്. അപ്പൊ പിന്നെ വരും ഇത് അബ്രഹാം തുടങ്ങിയതാണ് എന്ന്. അടുത്ത സ്ലൈഡിലേക്ക് ഒന്ന് പോവാം. നിങ്ങൾ ഈ ഡ്രസ്സൊന്ന് നോക്കി. ഇവര് മെക്കായി പോകുമ്പോൾ ധരിക്കുന്ന ഡ്രസ്സാ. അബ്രഹാം ഈ ഡ്രസ്സ് ധരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മിഡിൽ ഈസ്റ്റ് ജീവിച്ചിരുന്ന അബ്രഹാം ഈ വസ്ത്രമാണോ ധരിച്ചിരിക്കുന്നത്? അടുത്ത സ്ലൈഡിലേക്ക് ഒന്ന് പോവാം. അല്ല, ആ സ്ലൈഡില്ല, വേണ്ട. നമുക്കറിയാവുന്നതാണ്
മഹാപുരോഹിതന്റെ ഒക്കെ അസ്ത്രം നമുക്കറിയാവുന്നതാണ്. എന്താണ് അത്? അങ്കിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് യോസഫിന് എന്താണ് ഇത് കൊടുത്തത്? അങ്കി ഉണ്ടാക്കി കൊടുത്തു. അതാണ് മിഡിൽ ഈസ്റ്റിലുള്ള അറബ്സിന്റെയും യഹൂദന്മാരുടെയും മിഡിൽ ഈസ്റ്റ് ജീവിച്ചിരിക്കുന്നവരുടെ വസ്ത്രം. ഇവർക്ക് ഈ വസ്ത്രം എവിടെ നിന്ന് കിട്ടിയ? ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഹജ്ജികൾ, ഇന്ത്യയിൽ നിന്ന് പോകുന്ന മുസ്ലിങ്ങൾ അത് ധരിക്കുന്നതിനകത്ത് എനിക്ക് യാതൊരു വിരോധവുമില്ല. കാരണം അത് നമ്മുടെ സാംസ്കാരിക ഡ്രസ്സാണ്. മുണ്ടും അത് വിട്ടു പോകുന്നതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇറാനിലെ മുൻ പ്രസിഡന്റും അമേരിക്കക്കാരനും പലസ്തീൻകാരനും ഈ വസ്ത്രം ധരിക്കുന്നത് എന്തിനാ? ഇത് എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക്? ശ്രീ രവിശങ്കർ പറഞ്ഞതല്ലേ സത്യം? ഇത് ശിവക്ഷേത്രമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ശിവൻ, ഹൈന്ദവരുടെ ദേവായ ഭഗവാൻ ശിവൻ ഇവരുടെ ഒരു പ്രവാചകനാണ് എന്ന് ഈ അടുത്ത കാലത്ത് അവിടെ അറേബ്യയിലുള്ള ഒരു ഇസ്ലാമിക് പണ്ഡിതനും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. വിഗ്രഹാരാധന ഉണ്ടോ? ഇവരുടെ വ്യാഖ്യാനത്തിലില്ല. പക്ഷെ ബാക്കി എല്ലാവരുടെയും വ്യാഖ്യാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, നിർവചനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് വിഗ്രഹാരാധന ഉണ്ട്. നിർബന്ധിത വിഗ്രഹാരാധനയുണ്ട്. അത് ഹൈന്ദവർക്കില്ല. ഹൈന്ദവർക്ക് നിർബന്ധിത വിഗ്രഹാരാധന ഇല്ല. ഒരു ഹൈന്ദവന് വിഗ്രഹത്തെ ആരാധിക്കാതെ ജീവിക്കാം. പക്ഷെ മുസ്ലിമിന് അത് കഴിയത്തില്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ അത് ചെയ്തു. അപ്പൊ വിഗ്രഹാരാധനയെ പറ്റി പഠിക്കണമെങ്കിൽ നിങ്ങൾ ഖുറാനിൽ പോകും. വിഗ്രഹാരാധനയെ പറ്റി പഠിക്കണമെങ്കിൽ ഏക പുസ്തകം വേദപുസ്തകം. അടുത്ത് നമുക്ക് നോക്കാം വ്യഭിചാരം. അതിന് പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഈ സ്ലൈഡിലൂടെ, ആ സ്ലൈഡ് ഇട്ടതിന് നന്ദി, ഞാൻ വിട്ടുപോയതായിരുന്നു. ആ സ്ലൈഡിലൂടെ നോക്കാം. കാബ അബ്രഹാം പണിതായിരുന്നെങ്കിൽ, കാബ അബ്രഹാം പണിതാണെങ്കിൽ സഹീഹ് ബുഖാരി വോള്യം 4 ബുക്ക് 55 പ്രോഫറ്റ്സ് ഹദീത്ത് നമ്പർ 635 അതിനകത്ത് പറയുന്നത് യെരുശലേം ദേവാലയവും കാബയും പണിത്. ആദ്യം അബ്രഹാം കാബ പണിതു, സോളമൻ യെരുശലേം ദേവാലയം പണിതു. ഇതിന് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം എത്ര വർഷമാണ്? 40 വർഷം. അബ്രഹാമും ശലോമോനും പണിതതും തമ്മിൽ 40 വർഷത്തെ വ്യത്യാസമുണ്ട്. അബ്രഹാം തുടങ്ങി ശലോമോൻ വരെ 15 തലമുറകളുണ്ടെന്നേ. അബ്രഹാം മുതല് ശലോമോൻ വരെ 15 തലമുറകളുണ്ട്. 40 വർഷത്തെ വ്യത്യാസമുള്ള ഇത് അബ്രഹാം പണിതാണെങ്കിൽ എന്ത് ചരിത്രബദ്ധമാണ് ഈ പറയുന്നത്? അപ്പൊ പിന്നെ അടുത്ത ന്യായവാദവും അത് പുതുക്കിപ്പണിതാണ്. അങ്ങനെ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. പുതുക്കിപ്പണിതൊന്നും അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. കാബ അബ്രഹാം പണിതാണെങ്കിൽ സഹീഹ് ബുഖാരി വോള്യം 1 ബുക്ക് 3 നോളജ് 128 വളരെ രഹസ്യമായിട്ട് ഹസ്രത്ത് മുഹമ്മദ് തന്റെ പ്രിയ ഭാര്യ ആയിഷയോട് പല കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പത്നി വളരെ രഹസ്യമായിട്ട് പറഞ്ഞു കൊടുത്തൊരു ഹദീസാണ്. അതിപ്പം പരസ്യമായി ബുഖാരിയിലുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് അറബിയയിലുള്ള ജനം അവരിന്നും അജ്ഞാനത്തിലല്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം കാബ ഇടിച്ചിട്ട് അവിടെ 2 ഗേറ്റ് വെക്കുമായിരുന്നു. അബ്രഹാം പണിത കാബ ഇടിച്ച് കളഞ്ഞിട്ട് അദ്ദേഹം ഗേറ്റ് വെക്കുമായിരുന്നു. യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഇത് അബ്രഹാം പണിതാണോ? നമ്മൾ സംശയിക്കേണ്ട. അബ്രഹാം അങ്ങോട്ട് പോയിട്ടേ ഇല്ല, അബ്രഹാം അങ്ങനെ ചെയ്യത്തുമില്ല. ഇത് ഇദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം ഉണ്ടാക്കിയതായ ഒരു കാര്യമാണ്. 3 ഇദ്ദേഹം പറഞ്ഞത് വ്യഭിചാരം. വ്യഭിചാരത്തെ പറ്റി ബൈബിൾ എന്ത് കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? ഈ നാട്ടിൽ പഠിപ്പിക്കാൻ കഴിയുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനങ്ങളാണ്. മത്തായി സുവിശേഷം 5:27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. നമ്മുടെ ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദി, പ്രധാനമന്ത്രിയായിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി ഓഗസ്റ്റ് 15 പറഞ്ഞു, അമ്മമാരോട് പറഞ്ഞു, മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ പെമ്മക്കളെ പറയുന്നതിന് പകരം നിങ്ങളുടെ ആമക്കളെയും കൂടെ നോക്കണമെന്ന് പറഞ്ഞു. അതിലും മുമ്പ് എന്ത് ശക്തമായിട്ട് കർത്താവ് പറഞ്ഞു, സ്ത്രീകളുടെ മേലല്ല കുറ്റം കൊണ്ട് ചുമത്തി, ആരുടെ മേലാ? നിന്റെ കണ്ണ് കുഴപ്പമാ. നിന്റെ കണ്ണ്, നിന്റെ ഹൃദയത്തിൽ കുഴപ്പമുണ്ടെങ്കിൽ നിന്റെ
പുരുഷന്റെ കണ്ണിന്റെ പ്രശ്നമാണ്. സ്ത്രീ മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ധരിക്കണമെന്ന്, മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വ്യഭിചാരം ചെയ്യുന്നത് പുരുഷന്റെ ഹൃദയത്തിലും അവനുണ്ട്. അതിനു പകരം സ്ത്രീയെ മൂടുക എന്നുള്ളതല്ല, നിന്റെ കണ്ണങ്ങ് എടുത്തു കളഞ്ഞാൽ മതി, അതാ അതിലും നല്ലത്. എന്ത് കൃത്യമായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ധാർമ്മികതയല്ലേ പഠിപ്പിക്കേണ്ടത്? ഈ ധാർമ്മികതയല്ലേ നമ്മൾ പഠിപ്പിക്കേണ്ടത്? ഈ ധാർമ്മികതയല്ലേ നമ്മുടെ യുവാക്കന്മാരെ പഠിപ്പിക്കേണ്ടത്? നമ്മുടെ ഓരോ യുവാക്കന്മാരെയും വിളിച്ചു പറയേണ്ടത്, നിങ്ങൾ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം. തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വാ, അവിടെ പൗലോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മൂത്ത സഹോദരിമാരെ അമ്മയെ പോലെയും ഇളയ സ്ത്രീകളെ സഹോദരിമാരെ പോലെയും കരുതണം. അങ്ങനെയാണ് നിങ്ങൾ യുവാക്കന്മാരെ ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ദുഷിച്ച കണ്ണും വെച്ചോണ്ടല്ല അവരെ നോക്കേണ്ടത്. സ്ത്രീകളുടെ മേൽ പഴിയാരി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. എന്ത് കൃത്യമായ പഠിപ്പിക്കലാണ്, എന്ത് കൃത്യമായ പഠിപ്പിക്കൽ. ഇതിൽ നിന്ന് വല്ല പ്രവാചകനും തെറ്റിയിട്ടുണ്ടെങ്കിൽ, വല്ല ഭക്തന്മാരും തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിയ കാര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തെറ്റാണെന്നും ബൈബിളിൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ലോത്തിന്റെ കാര്യം എടുത്ത് നോക്കിക്കോളൂ. നീതിമാനായ ലോത്ത് എങ്ങനെ അലഞ്ഞുപോയി, അവൻ എങ്ങനെ നശിച്ചുപോയി, എന്തുകൊണ്ട് പറ്റി? അവന്റെ കണ്ണ് ശരിയല്ലായിരുന്നു. അബ്രഹാമിനോട് താമസിക്കുന്നതിന് പകരം ഈ ലോകത്തിലെ ഇതനുസരിച്ച് അവൻ പോയി. ദാവീദ് തെറ്റ് ചെയ്തപ്പോൾ അത് തെറ്റാണെന്ന് ബൈബിള് പറഞ്ഞു, അല്ലാതെ ബൈബിള് തെറ്റ് മറച്ചു വെച്ചില്ല. അത് പറയുകയും അത് തെറ്റാണെന്ന് പറയുകയും ചെയ്തു. ഇത് നിമിത്തം യഹോവയുടെ നാമം ദൂഷിക്കപ്പെടുമെന്നും അവിടെ എഴുതി വെച്ചു. ഇനി ഖുർആൻ എന്താണ് പഠിപ്പിക്കുന്നത്? ഹദീസുകൾ എന്താണ് പഠിപ്പിക്കുന്നത്? പ്രിയ സ്നേഹിതരെ, ഇത് പറയുമ്പോൾ ഞാൻ ആരുടെയും വികാരം വ്രണപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. പക്ഷെ ഇതെന്റെ മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കണം. ഇങ്ങനെ പഠിപ്പിക്കലുള്ള ഒരു പുസ്തകമാണോ ദൈവത്തിന്റെ പുസ്തകം? ഇങ്ങനെ പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ ചര്യയാണോ ദൈവത്തിന്റെ ചര്യ, ദൈവം കൊടുത്ത ചര്യ? താൽക്കാലിക വിവാഹം എന്ന് പറഞ്ഞ, ഇന്ന് അവരത് ആചരിക്കുന്നില്ല, സുന്നി മുസ്ലിംസ് അത് ആചരിക്കുന്നില്ല. പക്ഷെ താൽക്കാലിക വിവാഹം എന്ന് പറഞ്ഞൊരു വിവാഹം ഉണ്ടായിരുന്നു. സഹീഹ് ബുഖാരി വോള്യം 7 ബുക്ക് 62 നിക്ക അഥവാ മാരേജ് എന്ന് പറയുന്ന പുസ്തകമാണ്. അതിന്റെ 13-ാം ഹദീസ്. അതില് സൂര 5:87 വെച്ച് പറയുന്നതാണ്. 5:87 വെച്ച് അള്ളാഹു ഇത് നിങ്ങൾ ഇനി നിശ്ചിതമാക്കരുത് എന്ന് പറയുമ്പം അതിന് പറയുന്നതാണ്, അവർ യുദ്ധത്തിന് പോയപ്പോൾ അവർ ഭാര്യമാരിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് അവർ ചോദിച്ചു ഞങ്ങളങ്ങ് കാസ്ട്രേറ്റ് ചെയ്യട്ടെ. അപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾ താൽക്കാലികമായിട്ട് വിവാഹം കഴിച്ചോളൂ. താൽക്കാലിക വിവാഹം എന്താ? 2 ദിവസത്തിന് നമ്മളൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൈവേഴ്സ് ഡേ. അത് 2 ദിവസമാണോ 2 മണിക്കൂറാണോ 1/2 ദിവസമാണോ എന്നറിയില്ല. ഇതിനെന്താ പറയുന്നത്? താൽക്കാലിക പറയുന്നത്. വ്യഭിചാരത്തിന്റെ പേര് മാറ്റിക്കഴിഞ്ഞാൽ വ്യഭിചാരമല്ലാതെയാകുമോ? വിഗ്രഹാരാധനയുടെ പേര് മാറ്റിയാൽ വിഗ്രഹാരാധനയല്ലാതാകുമോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതെങ്ങനെ ദൈവം തന്ന ധാർമ്മികതയാകും? അപ്പൊ ചിലർ പറയുന്നുണ്ട് അത് പിന്നീട് നിർത്തിയെന്ന്. അത് നിർത്തിയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. പക്ഷെ നിർത്തിയാൽ എന്താ? അത് ഒരു കാലത്ത് അനുവദിച്ചിരുന്നില്ലേ? ഇനി നിർത്തിയെന്ന് പറയുന്നതും തെറ്റാണ്. നിർത്തിയെന്ന് പറയുന്നത് സഹീഹ് മുസ്ലിം ബുക്ക് 8 ബുക്ക് ഓഫ് മാരേജ് ഹദീസ് നമ്പർ 3251 പറയുന്നത് അത് അള്ളാഹുവിന്റെ പ്രവാചകൻ നിർത്തിയെന്ന്. എന്നാൽ അതേ സഹീഹ് മുസ്ലിം അതേ ബുക്ക് 8 ബുക്ക് ഓഫ് മാരേജ് അതിന് 2 ഹദീസ് മുമ്പ് 3249 പറയുന്ന ഉമറിന്റെ കാലം വരെ തുടർന്നിരുന്നെന്ന്. ഹസ്രത്ത് മുഹമ്മദും മരിച്ച് ഉമറാണ് ഇതൊക്കെ മാറ്റിയത്. ഉമറാണ് ഇത് മാറ്റിയത് എന്ന് മാത്രമല്ല ഇത് നിങ്ങൾ ചിന്തിക്കണം. പ്രവാചക തഫ്സീർ, പ്രവാചകന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞ ഒരു അധ്യായം, ഒരു ബുക്ക് ഹദീസിലുണ്ട്. പ്രവാചകന്റെ വ്യാഖ്യാനം, പ്രവാചകൻ ഖുറാനെ പറ്റി വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്. സഹീഹ് ബുഖാരി വോള്യം 6 ബുക്ക് 60 തഫ്സീർ ഓഫ് മുഹമ്മദ് ഹദീസ് നമ്പർ 139. അതിനകത്ത് സൂര 5:87 പറയുന്നത് ഈ താൽക്കാലിക വിവാഹം അനുവദിച്ചിരുന്നു എന്നാണ്. ഇത് നിശ്ചിതമാക്കിയെങ്കിൽ ഹസ്രത്ത് മുഹമ്മദ് വ്യാഖ്യാനം നൽകുമ്പോൾ അതെന്താ പറയാൻ ഞാൻ നിശ്ചിതമാക്കിയെന്ന്? ഇത് എങ്ങനെ അനുവദിക്കും? പ്രിയ സ്നേഹിതരെ, ഇതിലും ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ് ഞാൻ ഇനിയും പറയാനായിട്ട് പോകുന്നത്. മുലകുടി ഹദീസ്. ഇത് ഞാൻ പറയുന്നതല്ല. മെയ് 2007
അൽ അസർ യൂണിവേഴ്സിറ്റിയുടെ ഹദീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, അദ്ദേഹം അത് പിന്നെ തിരിച്ചെടുക്കേണ്ട ഗതികേട് വന്നു അദ്ദേഹത്തിന്, അത് വേറെ കാര്യം. ഹദീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് പറഞ്ഞു, ഒരു അപരിചിതനായ പുരുഷനുമായി, ഓഫീസിലുള്ള ഒരു പുരുഷനുമായിട്ട്, ബന്ധമില്ലാത്ത ഒരു പുരുഷനുമായിട്ട് സ്ത്രീക്ക് ഇടപെടണമെങ്കിൽ എന്ത് ചെയ്യണം? 2 പുരുഷനും സ്ത്രീയും, അല്ലാതെ ചെറുപ്പമുള്ളൊരു ബാലന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്. പുരുഷനും സ്ത്രീയും അവർ തമ്മിൽ സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്ത്രീ മുല കുടിപ്പിച്ചാൽ മതിയെന്ന്. ഇത് ജൂൺ 2010 ഷെയ്ഖ് അബ്ദുൾ മോഷിൻ, സൗദി റോയൽ കോർട്ടിന്റെ അഡ്വൈസറാണ്. ഇദ്ദേഹം ഒരു ഫത്വ പുറപ്പെടുവിച്ചു. ഇങ്ങനെ സ്ത്രീകൾക്ക് ചെയ്യണമെങ്കിൽ, സ്ത്രീകൾക്ക് പുരുഷന്മാരുമായിട്ട് ചെയ്യണമെങ്കിൽ അവര് പാൽക്കുടി ഹദീസ്. ഇത് ധാർമ്മികതയാ? കിസ് ഓഫ് ലവിനെതിരെ എതിരുന്നവർ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്? കിസ് ഓഫ് ലവിനെതിരെ പോകാൻ കഴിയുന്നത് മത്തായി സുവിശേഷം 5-ാം അധ്യായം, അല്ലാതെ ഇതല്ല. പ്രിയ സ്നേഹിതരെ, ഇത് നിർത്തിയോ? ഇത് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ലജ്ജയുണ്ട് എന്നെനിക്കറിയാം. അത് അവരുടെ മാത്രം കുഴപ്പമല്ല, ആദ്യകാലം മുതലുള്ളതാണ്. അടുത്ത ഇതൊന്നിട്ട്, ആദ്യകാലം മുതൽ, ഈ ഹദീസ് കേട്ട കാലം മുതൽ ഇത് ഇവർക്ക് നാണം കേടാം. അത് ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് അത് അവരിന്ന് പ്രവർത്തിക്കാത്തത്. അത് നല്ലത് കാര്യമാണ്. നിങ്ങളത് തുടരരുത്. അത് തുടരാൻ പറ്റിയതായിട്ടുള്ളൊരു ധാർമ്മികതയെ അല്ല. അത് നിങ്ങൾ തുടരാത്തതിൽ നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇതിനകത്ത് പറയുന്നത് സഹീഹ് മുസ്ലിം ബുക്ക് 8, ബുക്ക് ഓഫ് സക്ലിംഗ്, ഹദീസ് നമ്പർ 3426. അത് പറയുന്ന ഈ ഹദീസ് കേട്ടത് കഴിഞ്ഞിട്ട് ഈ കേട്ടയാൾ 1 വർഷം ആരോടും ഇത് ഹദീസിനെ പറ്റി മിണ്ടിയില്ല. അത്രയ്ക്ക് ഭയമായിരുന്നു ഇത് പറയാൻ. ന്യായമാണ്. ഇത് പറയുമ്പോൾ വികാരം വ്രണപ്പെടും. അത് നിങ്ങളുടെ മാത്രമല്ല, ഇത് ആദ്യം കേട്ട മുസ്ലിംസിൻ്റെയും അങ്ങനെ തന്നെയായിരുന്നു ഗതി. അടുത്തൊന്ന് നോക്കിയേ, പ്രവാചകന്റെ ഭാര്യമാർ തമ്മിൽ പോലും ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇമാം മാലിക്കിന്റെ മുത്വ ബുക്ക് 30, സക്ലിംഗ്, ഹദീസ് നമ്പർ 12. ഐഷ ഇത് സാർവത്രികമായി തുടരേണ്ടതാണെന്ന് പഠിപ്പിച്ചിരുന്നുവെങ്കിലും പ്രവാചകന്റെ മറ്റ് ഭാര്യമാർ പറഞ്ഞില്ല, ഇത് ഒരൊറ്റ കേസിൽ മാത്രം കൊടുത്തതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. സാധാരണയായിട്ട് നമ്മൾ മുസ്ലിംസിനോട് ചോദിക്കും, എന്തിനാണ് ഹസ്രത്ത് മുഹമ്മദ് 6 വയസ്സുകാരി പെണ്ണെ കല്യാണം കഴിച്ച് 9 വയസ്സായപ്പം പരിഗ്രഹിച്ചത്? ചിലപ്പോഴൊക്കെ അവർ പറഞ്ഞു കേൾക്കാറുള്ള ഉത്തരം, ബാലികയായ ആ പെണ്ണിനെ ഇസ്ലാമിൻ്റെ പാത ആ ഹൃദയത്തിൽ പരിശുദ്ധമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് എന്ന്. അങ്ങനെ പറഞ്ഞു കൊടുത്തതാണെങ്കിൽ ഐഷ പറഞ്ഞതാണ് അംഗീകരിക്കേണ്ടത്. ഐഷ എന്താ പറഞ്ഞത്? ഇത് തുടരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെന്ത് ധാർമ്മികതയാണുള്ളത്? ഞാൻ ദുഃഖത്തോട് ചോദിക്കുകയാണ്, ഇതാണോ നിങ്ങൾ പിന്തുടരേണ്ടത്? പ്രവാചകന്മാരുടെ പാതയിലേക്ക് തിരികെ വരൂ. എന്റെ മുസ്ലിം സ്നേഹിതകളെ, പ്രവാചകന്മാരുടെ പാതയിലേക്ക് തിരികെ വരൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാതയാണ്, ഹസ്രത്ത് മുഹമ്മദിന്റെ പാതയല്ല. അദ്ദേഹത്തിന് അവരുടെ പേര് പോലും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് അവരുടെ ഉപദേശം അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് അവരുടെ ജീവിതം അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് അവരുടെ ധാർമ്മികത എന്താണ് എന്നറിയില്ലായിരുന്നു. അവസാനമായിട്ട് ഞാൻ ചോദിക്കട്ടെ പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രത്തിൽ ആദ്യമായിട്ട് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയത് മാർക്കോസിന്റെ സുവിശേഷം. ഈ മാർക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയേ. യേശു ക്രിസ്തു ചെയ്ത ശുശ്രൂഷയുടെ രൂപമാണ് ആദ്യം മുതൽ. കാരണം ആദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ എഴുതുമ്പോൾ, പരിശുദ്ധാത്മ നിയോഗത്താൽ അദ്ദേഹം എഴുതുമ്പോൾ, അദ്ദേഹം യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ അദ്ദേഹം ആദ്യം ചിന്തിക്കുന്നത് ശുശ്രൂഷയാണ്. ആദ്യമേ എഴുതിയ സുവിശേഷം ഏതാ? മാർക്കോസിന്റെ സുവിശേഷം. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് എന്താ? നിങ്ങളിത് ചിന്തിക്കണം. ആദ്യം കാണുന്നത് എന്താ? യേശു ക്രിസ്തുവിന്റെ ജനനമൊന്നുമല്ല, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ. അവൻ എങ്ങനെ ബാക്കിയുള്ളവരെ ശുശ്രൂഷിച്ചു, എങ്ങനെ രോഗികളെ സൗഖ്യമാക്കി, എങ്ങനെ കുഷ്ഠരോഗികളെ തിരിച്ച് സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള മാർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യ സുവിശേഷം. ഹസ്രത്ത് മുഹമ്മദിന്റെ ജീവചരിത്രം ഇവരുടെ പണ്ഡിതന്മാർ എഴുതി തുടങ്ങിയപ്പം മഗാസി ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങളായിരുന്നു. അൽ വക്കാദിയുടെ മഗാസി ഗ്രന്ഥമാണിത്. ഈ മഗാസി അൽ വക്കാദിയുടെ മഗാസി ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്, അറബിക്കലല്ല ഞാൻ വായിച്ചിരിക്കുന്നത്.
ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അമുസ്ലിമായ ഞാൻ ഈ പരിഭാഷ ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. പരിഭാഷ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പരിഭാഷ ഇറക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഈ പരിഭാഷ അൽ വക്കാദിയുടെ ഈ ജീവചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അൽ വക്കാദിയും എവിടെയാണ് ഹസ്രത്ത് മുഹമ്മദിന്റെ ജീവിതം തുടങ്ങിയേക്കുന്നതെന്ന് അറിയാമോ? യുദ്ധങ്ങൾ അന്ന് എന്ന് അദ്ദേഹം ചെയ്തു തുടങ്ങിയോ 47 യുദ്ധങ്ങളുടെ കഥയാണിത്. അതും 10 വർഷം, 23 വർഷത്തെ പ്രവാചകചര്യയിൽ ആദ്യത്തെ 13 വർഷം അദ്ദേഹം അങ്ങനെ യുദ്ധമൊന്നും ചെയ്തിരുന്നില്ല. ആദ്യത്തെ 13 വർഷം അദ്ദേഹം ഒരു സമാധാനത്തിന്റെ മാർഗം തന്നെ, അല്ലെങ്കിൽ സമാധാനത്തോടു കൂടിയാണ് പെരുമാറിയിരുന്നത്. കാരണം അന്ന് അംഗസംഖ്യയിൽ അവർ കുറവായിരുന്നു. പിന്നീട് 10 വർഷം മെക്കായിൽ നിന്ന് മെദീനയിലേക്ക് പോയപ്പോഴാണ് ഈ 10 വർഷത്തിനുള്ളിൽ ഇതിനകത്ത് തന്നെ ഏതാണ്ട് 47 യുദ്ധം പറഞ്ഞിട്ടുണ്ട്. എല്ലാ യുദ്ധങ്ങളും വലിയ യുദ്ധങ്ങളല്ല, ചിലതൊക്കെ ചിലരെ കൊല്ലുവാൻ വേണ്ടി പോയിട്ടുള്ളതാണ്. മറ്റു പണ്ഡിതന്മാർ 100 യുദ്ധങ്ങൾ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ ചിലതെല്ലാം വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. 10 വർഷത്തിനുള്ളിൽ 47 100. ഈ 10 വർഷത്തിനുള്ളിൽ തന്നെയാണ് ആദ്യത്തെ 13 വർഷത്തിൽ ഖദീജ ജീവിച്ചിരുന്നിടത്തോളം കാലം, 13 വർഷം അല്ലെങ്കിലും 13 വർഷത്തിനോട് അടുത്ത് ആ ഖദീജ ജീവിച്ചിരുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് മറ്റു ഭാര്യമാരുണ്ടായിരുന്നില്ല. പിന്നീട് വരുന്നതും ഈ 10 വർഷത്തിനുള്ളിലാണ്. അൽ വക്കാദിയുടെ മനസ്സിൽ, മാർക്കോസിന്റെ മനസ്സിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷ വന്നപ്പോൾ അൽ വക്കാദിയുടെ മനസ്സിൽ വന്നത് യുദ്ധങ്ങളും ഈ വിവാഹങ്ങളുമാണ്. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം, ഇവരുടെ രണ്ടുപേരുടെയും മാതൃക എങ്ങനെ ഒന്നാകും? പ്രിയ സ്നേഹിതരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹസ്രത്ത് മുഹമ്മദ് മരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. സഹീഹ് ബുഖാരി വോള്യം 5 ബുക്ക് 59, ബുക്ക് ഓഫ് മിലിറ്ററി എക്സ്പെഡിഷൻസ്, ഹദീസ് നമ്പർ 724. അദ്ദേഹം പറഞ്ഞത്, അല്ലാഹുവേ എന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. അന്നുവരെയും പാപക്ഷമയുടെ നിശ്ചയത, നിർണയം അദ്ദേഹത്തിന് ഇല്ലാതെയാണ് മരിക്കാൻ നേരത്തും പാപം എന്നെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ഭരിക്കാൻ നേരത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ കള്ളനോട് പറയുന്നത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. സമാധാനത്തിന്റെ പ്രഭുവാണവൻ. സമാധാനത്തിന്റെ പ്രഭുവായ കർത്താവായ യേശു ക്രിസ്തു. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ നമ്മുടെ സമാധാനം. ഇരുപക്ഷത്തെയും ഒന്നാക്കി അവൻ നമ്മുടെ സമാധാനം. തന്റെ ശിഷ്യന്മാരോട് കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, ശാലോം. അവർ തിരിച്ചു പറയേണ്ടതായിട്ട് വന്നില്ല, കാരണം ഇവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. അവന് സമാധാനം ആശ്വസിക്കേണ്ട, സമാധാനം പറയേണ്ട കാര്യം ആർക്കുമില്ല. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്, അവനാണ് സമാധാനം നൽകുന്നത്. മകനെ, മകളെ, നീ സമാധാനത്തോട് മടങ്ങിപ്പോവുക എന്ന് പറയുവാൻ കഴിവുള്ളവൻ ഏകൻ കർത്താവായ യേശു ക്രിസ്തു. എന്നെ ഇന്ന് രാത്രി കേൾക്കുന്ന മുസ്ലിം സഹോദരി സഹോദരന്മാരെ, ഇത് പിന്നീട് മറ്റ് മാധ്യമങ്ങൾ മുഴുവൻ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ക്രൈസ്തവരെ, ഇന്നും രക്ഷയുടെ നിർണയം പ്രാപിച്ചിട്ടില്ലാത്ത നാമോദയ ക്രൈസ്തവരെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ സമാധാനത്തിന്റെ പ്രഭുവായ ഈ ഈശ്വരൻ, സമാധാനത്തിന്റെ പ്രഭുവായ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. പാപിയായ സ്ത്രീയോട്, മകളെ നീ സമാധാനത്തോടെ പോകൂ. രോഗിയായ സ്ത്രീയോട്, മകളെ നീ സമാധാനത്തോട് പോകൂ. ചുങ്കക്കാരനോട്, മകനെ നീ സമാധാനത്തോട് പോകൂ എന്ന് പറയുവാൻ കഴിവുള്ള ഏക സമാധാനത്തിന്റെ പ്രഭുവിനെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ തരുകയാണ്. അല്ലാത്ത പക്ഷം ആ മരണശയ്യയിലും നിങ്ങൾ യാചിച്ചുകൊണ്ടിരിക്കും. ക്ഷമ കിട്ടണമെന്ന് നിർബന്ധമില്ല. ക്ഷമ തരുവാൻ, മകനെ നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് പറയുവാൻ കഴിവുള്ള ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകും. ദൈവനാമം വാഴ്ത്തപ്പെടുമാകട്ടെ. പ്ലീസ് കൈ അടിക്കരുത് എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു.
ആവേശം എല്ലാവർക്കും ഉണ്ടാകാം, അത് എല്ലാ കൂട്ടർക്കും ഉണ്ടാകാം. അക്ബറോ സുബൈറോ ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ അവർക്കും കൈയടിക്കാം, പക്ഷെ അത് ശരിയല്ല. നമുക്ക് സന്തോഷം ഉണ്ടാകാം, അതിരിക്കട്ടെ. കൈയടിക്കണമെന്നൊക്കെ എല്ലാവർക്കും തോന്നിപ്പോകുന്നുണ്ട്, പക്ഷെ ചെയ്യരുത്, അത് തെറ്റാണ്. നമ്മുടെ മാന്യതയ്ക്ക് അത് ചേരുകയില്ല. ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. യേശുക്രിസ്തുവിൻ്റെ പാത മുഹമ്മദിൻ്റെയും എന്ന ടൈറ്റിലിൽ ശ്രീമാൻ MM അക്ബർ, ശ്രീമാൻ സുബൈർ പീഡിയക്കൽ ഇവർ നടത്തിയ പ്രഭാഷണം അല്ലെങ്കിൽ ആ ടൈറ്റിൽ ഇപ്പോഴിവിടെ പറഞ്ഞതായ കാര്യങ്ങളുമായിട്ട് മരണസമയത്ത് പാപമോചനത്തിനായി കേഴുന്ന മുഹമ്മദിനെയും മരണസമയത്ത് പാപിയായ മനുഷ്യന്റെ പാപം മോചിച്ചു കൊടുത്ത യേശുക്രിസ്തുവിനെയും തുലനപ്പെടുത്താൻ പറ്റുമോ? ഇവരുടെ രണ്ടുപേരുടെയും പാത ഒന്നായിരുന്നോ? 10 വർഷത്തിനിടയ്ക്ക് യുദ്ധങ്ങളുടെ ഘോഷയാത്രയായിരുന്ന മുഹമ്മദിനെയും ഊരിയ വാളിനെ ഉറയിലേക്ക് തിരികെ ഇടിപ്പിക്കുവാൻ ഉറച്ച ശബ്ദത്തിൽ ആജ്ഞാപിച്ച ഉത്തമ ഗുരുവായ യേശുവിൻ്റെയും പാത ഒന്നു തന്നെയായിരുന്നുവോ? രണ്ടുപേരെയും തുലനപ്പെടുത്താമോ? ഒരു നല്ല മുസ്ലിമിന് പോലും ഈ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ നെറ്റി ചുളിഞ്ഞു പോകും. രണ്ടുപേരുടെയും പാത ഒന്നൊന്നോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല, ഒരിക്കലും ഒന്നാകാൻ പാടില്ല. കാരണം ആവുകയില്ല. അതുതന്നെ. ഇനി ഞങ്ങൾ ചോദ്യോത്തരത്തിന് സമയം തരികയാണ്. സാധാരണ ശ്രീമാൻ അക്ബറിന്റെ മീറ്റിങ്ങുകൾക്ക് എന്തു ചോദ്യവും ചോദിക്കാം. പലപ്പോഴും അനേക ചോദ്യങ്ങൾ കേട്ടിട്ടുള്ള എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട്, ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാലും അക്ബറിന് മറുപടിയുണ്ട്. പക്ഷേ അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് മാത്രമേ ഉള്ളൂ. തമിഴ്നാടിന്റെ സ്വദേശിയാണ് സാറ്. സെരി തോമസിനുമായിട്ടുള്ള ഒരു മുഖാമുഖ സംഭാഷണം തമിഴ്നാട് തൗഹീദ് ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെന്നൈയിൽ നടന്ന ആ പരിപാടി ലൈവായിട്ട് ഞാൻ കണ്ടതാണ്. ആ മുഖാമുഖ വേദിയിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ പാഴ്കുടി ഹദീസൊക്കെ ഖുറാനിൻ്റെ വചനത്തിന് നേർ മുരണായ കാര്യത്തിനാൽ പല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട് തൗഹീദ് ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളത് നിർദ്ദേശിച്ച കാര്യം അങ്ങേക്ക് തീർച്ചയായും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ മുഖാമുഖ വേദിയിൽ തന്നെ ബൈബിളിൽ വരുന്ന ഒരു വചനം, ഒരു മനുഷ്യൻ കർത്താവായ യേശുവിൻ്റെ നല്ല ഒരു മകനായിരിക്കണമെങ്കിൽ അവൻ എത്ര വിലപ്പെട്ട എത്ര കൂടിയ വിഷം കഴിച്ചാലും അവൻ മരിക്കില്ല എന്നുള്ള ആ വചനം എടുത്ത് നിങ്ങളോട് ആ മുഖാമുഖ വേദിയിൽ സംസാരിച്ചപ്പോൾ അതിൽ നിങ്ങൾക്ക് മറുപടി നൽകാതെ പോയ കാര്യവും ഞങ്ങൾ കണ്ടതാണ്. വെച്ചാല് ഒരു പ്രവാചകന്റെ ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന സമയത്ത് ആ കാര്യം ബൈബിളിലുള്ള ആ വിഷം കഴിക്കുന്നവർ ഒരിക്കലും മരിക്കില്ല എന്നുള്ള ആ വചനം എന്തുകൊണ്ട് ഈ വേദിയിൽ നിങ്ങൾ പറഞ്ഞില്ല? അതാണ് എൻ്റെ ചോദ്യം. അദ്ദേഹം ആദ്യം പറഞ്ഞത് മുലകുടി ഹദീസ് തമിഴ്നാട് തൗഹീദ് ജമയത്ത് തള്ളിക്കളഞ്ഞു. ശരിയാണ്. തമിഴ്നാട് തൗഹീദ് ജമയത്ത് മുലകുടി ഹദീസ് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലുള്ള ഈ ഹദീസുകൾ തമിഴ്നാട് തൗഹീദ് ജമയത്ത് തള്ളിക്കളഞ്ഞു. പക്ഷെ ഞാനിവിടെ തമിഴ്നാട് തൗഹീദ് ജമയത്തിനോടല്ല സംസാരിക്കുന്നത്. കേരളത്തിലെ KNM മൗലവിക്ക് മറുപടി പറയുകയാണ്. KNM മൗലവി അത് തള്ളട്ടെ. ബുഖാരി ഹദീസ് നിങ്ങളിത് മനസ്സിലാക്കണം. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസുകളിൽ ഒന്നുപോലും ജനാബ് MM അക്ബർ മൗലവി തള്ളിക്കളയത്തില്ല. ജനാബ് MM അക്ബർ മൗലവി ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒരൊറ്റ ഹദീസ് പോലും തള്ളിക്കളയത്തില്ല. KNMന്റെ സ്റ്റാൻഡാണത്. ഇവിടെ സുന്നി മുസ്ലിങ്ങളും ബുഖാരിയിലും മുസ്ലിമും പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അത് തള്ളിക്കളയത്തില്ല. ഞാൻ ആരോടാ സംസാരിച്ചത്? കേരളത്തിലെ ഇത് അംഗീകരിക്കുന്ന മുസ്ലിങ്ങളോടാണ്.
രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് അന്ന് ഞാൻ ഇവരെ വിഷക്കുപ്പി കൊണ്ടുവന്നപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിന് ഞാൻ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അന്ന് പറഞ്ഞതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അടുത്ത ചോദ്യവും അതിൻ്റെ ഉത്തരവും വരുന്ന സമയത്തേക്ക് അന്ന് ഞാൻ പറഞ്ഞ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇട്ട് നിങ്ങളെ കാണിക്കാവുന്നതാണ്. ഇവിടെയുള്ള കേൾവിക്കാർ നിശ്ചയിച്ചോളൂ ഞാനന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് അടുത്ത 1-2 ചോദ്യങ്ങൾക്ക് ശേഷം ഞാൻ ആ ക്ലിപ്പ് അന്വേഷിച്ച് അതിന് മറുപടി പറയുന്നതായിരിക്കും. അത് ഞാൻ എന്ത് മറുപടി പറഞ്ഞു, എനിക്കിവിടെ നിന്നുകൊണ്ട് പറയാം ഞാൻ മറുപടി പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. പക്ഷെ അത് നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനും പറയാൻ ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് അന്നത്തെ ക്ലിപ്പ് നിങ്ങൾ കണ്ടാൽ മാത്രം മതിയാകും. അത് നമുക്ക് ഒന്ന് കാണാവുന്നതാണ്. അതിനു മുമ്പ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആ സമയത്ത് ദൈവം അനുവദിച്ചാൽ ഞാൻ ആ ക്ലിപ്പ് എത്രയും വേഗം കണ്ടെടുക്കാവുന്നതാണ്. എൻ്റെ പേര് യാസർ അറഫാത്ത്. ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നേ അനുവദിക്കപ്പെടൂ എന്നുള്ളതുകൊണ്ട് അത് മാത്രം ചോദിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ സിയാസ് സാർ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, യേശു പരിപൂർണ ദൈവവും അതുപോലെ പരിപൂർണ മനുഷ്യനും ആയിരുന്നു എന്നുള്ളത്. കുരിശ് സംഭവ വേളയിൽ യേശു പരിപൂർണ ദൈവമായിരുന്നെങ്കിൽ ഒരു യഹൂദികൾക്ക് അദ്ദേഹത്തെ കുരിശ് തറയ്ക്കാൻ സാധിക്കുമായിരുന്നോ? ഇനി അതല്ല, അദ്ദേഹം മനുഷ്യൻ എന്ന നിലക്കാണെങ്കിൽ ഒരു മനുഷ്യൻ കുരിശിൽ ബലിയായാൽ മനുഷ്യവംശത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ തീരുമോ? ഇതാണ് എൻ്റെ ചോദ്യം. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ഈ വിഷയത്തെ സംബന്ധിച്ച് ക്രൈസ്റ്റോളജി എന്ത് പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സർവശക്തനായ ദൈവത്തിന് താൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ, നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളല്ല, താൻ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യാൻ കഴിയുന്നവനാണ് ദൈവം. അതുകൊണ്ട് മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി ഒരു മനുഷ്യ രൂപം ധരിച്ച് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാനായിട്ടിടയായി തീർന്നു. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ലോകം ഉണ്ടാകും മുമ്പേ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അപ്പൊ ലോകം ഉണ്ടാകും മുമ്പേ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മഹത്വം എന്താണ്? ലോകമുണ്ടാകും മുമ്പേ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മഹത്വത്തെക്കുറിച്ച് അതേ യോഹന്നാൻ തന്നെ തന്റെ 1-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ഉണ്ടായി എന്നല്ല, വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു. അപ്പൊ ദൈവമായിരുന്ന വചനം ഒരു ജഡം ധരിച്ച്, അതിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വചനം ജഡമായി തീർന്നു. അപ്പൊ വചനം ജഡമായി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത്? ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു ശരീരം എനിക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഒരു ശരീരം ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിന് 3 ഘടകങ്ങൾ ബൈബിൾ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം, അവൻ നിലത്തെ പൊടിയെടുത്ത് ജീവശ്വാസം മൂക്കിലേക്ക് ഊതി, അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. 3 ഘടകങ്ങൾ. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ബൈബിൾ അനുസരിച്ച് അതിന് 3 ഘടകങ്ങളുണ്ട്. കർത്താവായ യേശുവിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങളെ പറ്റിയും ബൈബിൾ പറയുന്നുണ്ട്. എനിക്കായി ഒരു ശരീരം ഒരുക്കപ്പെട്ടിരുന്നു. ഒരു ശരീരം ധരിച്ച് യേശു വന്നു. അതുപോലെ തന്നെ ഗെത്സമന തോട്ടത്തിൽ പറയുകയാണ്, താൻ പ്രാണവേദനയിലായി, സോൾ, തന്റെ ദേഹിയെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ തന്റെ മരണസമയത്ത് താൻ പറയാനായിട്ടിടയായി തീർന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു. അതുകൊണ്ട് ഈ 3 ഘടകങ്ങളുമുള്ള ഒരു പൂർണ്ണ മനുഷ്യനാണ് യേശു. അപ്പോൾ തന്നെ യേശുവിൽ ദൈവത്വം അടങ്ങിയിരിക്കുന്നു. അതെന്താണ് ദൈവത്വം? നോക്കുക, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുക. അവിടെ ഒരു വിശുദ്ധ ആത്മാവിനെ സംബന്ധിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ദൈവം ആത്മരൂപിയാണ്.
ആത്മരൂപിയായ ദൈവം ഒരു പൂർണ്ണ ജഡത്തിനകത്തേക്ക് പ്രവേശിച്ചു. ആ ജഡത്തിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ നോക്കുക, യേശുവിൽ മനുഷ്യാത്മാവുമുണ്ട്, ദൈവം എന്ന ആ സത്തയുമുണ്ട്, ഔസിയ. അഥവാ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഇപ്രകാരം പറയാം. അള്ളാഹുവിന്റെ വചനം ലൗഫുൽ മൗഫൂസിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട നിലയിൽ ഒരു ഗോൾഡൻ പ്ലേറ്റിലൂടെ വെച്ചിട്ടുണ്ട്. അത് അള്ളാഹു ആണോ അല്ലയോ? അള്ളാഹുവിന്റെ ദാത്ത് എന്താണ്? ദാത്ത് എന്ന് പറഞ്ഞാൽ ഔസിയ അഥവാ മെറ്റീരിയൽ. എന്തുകൊണ്ടാണ് ദൈവം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള കാര്യമാണ്. ദൈവത്തിന്റെ ദാത്ത് എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് എക്സ് എന്ന് പേര് നൽകാം. അതുകൊണ്ട് നോക്കുക, ദൈവം ഒരു മനുഷ്യരൂപം ധരിച്ചു വരിക എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് ക്ഷിപ്രസാധ്യമായ കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ അള്ളാഹു എല്ലാവരുടെയും പ്രാർത്ഥന ഒരേ സമയത്ത് കേൾക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ പറയും ദൈവം സർവശക്തനാണ്. അപ്പൊ ദൈവത്തിന് അത് സാധിക്കും. ദൈവത്തിന് അത് സാധിക്കുമെങ്കിൽ ദൈവത്തിനൊരു മനുഷ്യനായി വരാനായിട്ട് സാധിക്കുമോ? എന്റെ ചോദ്യം അതാ. ദൈവത്തിന് മനുഷ്യനായി വരാൻ സാധിക്കുമോ? ഖുറാനിൽ ഒരു മലക്ക് മനുഷ്യരൂപം ധരിച്ചു വന്നതായി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് അത് സാധിക്കത്തില്ല. അപ്പൊ ഇവർ ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല. അത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ബൈബിൾ അനുസരിച്ച് താൻ എന്ത് ആഗ്രഹിക്കുന്നുവോ, താൻ എന്ത് തീരുമാനിക്കുന്നുവോ അതായിത്തീരാൻ കഴിയുന്നവനാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവം. അതുകൊണ്ട് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും എന്ന് പറയുമ്പോൾ പകുതി ദൈവവും പകുതി മനുഷ്യനുമല്ല, പൂർണ്ണ മനുഷ്യനിൽ നോക്കുക, പൂർണ്ണനായ ദൈവം വന്നു. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത്, ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. അതുകൊണ്ട് ദൈവം അവിടെ മരിക്കുന്നില്ല, ദൈവത്തിന് ആച്ഛേദനമില്ല. യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 1:19 വാക്യത്തിൽ 18-19 വാക്യത്തിൽ ദൈവത്തിന് യാതൊരു വിധത്തിലുള്ള ആച്ഛേദനമില്ല, വ്യത്യാസമില്ല. ദൈവാത്മാവ് ദൈവാത്മാവായി തന്നെ സ്ഥിരമായി നിൽക്കുന്നു. എന്നാൽ മരിച്ചതാരാണ്? പൂർണ്ണ മനുഷ്യൻ. പൂർണ്ണ മനുഷ്യൻ മരിച്ചതുകൊണ്ടാണ് ആ നിലയിൽ പറയുന്നത്, യേശു പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം മരിക്കുന്നില്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ പൂർണ്ണമായി നോക്കുക, യേശു മരിക്കുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്നുള്ള കാര്യം അത് വ്യക്തമായി എന്താണെന്ന് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ അതെങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു, അതിനെക്കുറിച്ച് എന്താണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബൈബിൾ പറയുന്നത് എന്ന് മനസ്സിലാക്കിയ അനന്തരം വേണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പാപമോചനം നോക്കുക, ഒരു മനുഷ്യൻ മരിച്ചാൽ എങ്ങനെ പാപമോചനം ലഭിക്കും? നോക്കുക, പാപശാസ്ത്രത്തെ സംബന്ധിച്ചും പാപത്തെക്കുറിച്ചും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നോക്കുക, ആദാം എന്ന മനുഷ്യൻ മൂലമാണ് മനുഷ്യന് മരണമുണ്ടാകുവാനായിട്ടിടയായി തീർന്നത്. അത് ബൈബിളിലുടനീളം പറഞ്ഞിട്ടുണ്ട്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. നോക്കുക, ആദാമിനകത്താണ് ലോകത്തുള്ള സകല മനുഷ്യരും ഉണ്ടായിരുന്നത്. നമ്മളെവിടെന്നാ വന്നേ? നമ്മുടെ മാതാപിതാക്കളുടെ ഉള്ളിൽ നിന്നാണ്. അവരെവിടെന്നാ വന്നേ? അങ്ങനെ വന്നാൽ ആദ്യ മാതാപിതാക്കളായ അഥവാ ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ആ ആദ്യ മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യകുലവും മുഴുവൻ ഉണ്ടായിരുന്നു. അങ്ങനെ ബൈബിൾ പറയുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഹോശേയ പ്രവചനം 6-ാം അധ്യായം 7-ാം വാക്യം വായിക്കുക. അവിടെ ആദാമിൽ വെച്ച് അവർ പാപം ചെയ്യും, അവർ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. അപ്പോ ആദാമിൽ എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നത് കൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അത് നമ്മൾ പുതിയ നിയമത്തിൽ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നു. അങ്ങനെ ഏക മനുഷ്യനാൽ ലോകത്തിലേക്ക് പാപം കടന്നു വരാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ പാപം ചെയ്തപ്പോൾ സകല മനുഷ്യർക്കും മരണം വരാനായിട്ടിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവം നോക്കുക, ഏക മനുഷ്യനാൽ പാപം വന്നതുകൊണ്ട് ഏക മനുഷ്യനാൽ തന്നെ ആ പാപവും നീങ്ങിപ്പോകണമെന്ന വ്യവസ്ഥ വെച്ചു. അത് തികച്ചും ന്യായയുക്തമല്ലേ? അതുകൊണ്ട് ഏക മനുഷ്യൻ മൂലം വന്ന പാപം, ആ പാപത്തെക്കുറിച്ച് ഞങ്ങൾ മൂലപാപം എന്നാണ് പറയുന്നത്. അത് ഇസ്ലാമിക തിയോളജിയിൽ
നല്ല ഫിതറത്തിലാണ് 30 നല്ല ഫിതറത്തിലാണ് സൃഷ്ടിച്ചത്. അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എന്നാൽ നല്ല പാകതയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നോക്കുക, നമ്മള് ഇതിനകത്ത് വായിക്കുന്നത് ഇസ്ലാമിൽ പാപത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ആദ്യത്തെ ആദാം പാപം ചെയ്യുമ്പോൾ ആദാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. താൻ തൗബ ചെയ്ത് മടങ്ങിയെങ്കിലും നോക്കുക, ഇപ്പോഴും വേർക്കുന്നുണ്ട്, ഇപ്പോഴും സ്വർഗമില്ല. അതെന്താ കാര്യം? തൗബ ചെയ്ത് മടങ്ങിയെങ്കിൽ നമ്മൾ അവിടെ തന്നെയല്ലേ ആയിരിക്കേണ്ടത്? മനുഷ്യൻ എന്തുകൊണ്ട് വേർപ്പും, മനുഷ്യൻ എന്തുകൊണ്ട് ആ പാപത്തിന്റെ തിക്തഫലവും ഇന്ന് അനുഭവിക്കുന്നു? അപ്പൊ ഏക മനുഷ്യനാൽ നോക്കുക, പാപം ലോകത്തിൽ കടന്നു വന്നു എന്നുള്ള വസ്തുത ഖുർആനും ശരിവെക്കുകയാണ്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ വന്ന പാപം ഏക മനുഷ്യനാൽ മാറിപ്പോണം. അതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിൽ വരുവാൻ തീരുമാനിക്കുകയും തന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം താൻ അത് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ നിർവഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ നിലയിൽ പാപമോചന മാർഗം ദൈവത്തിന്റെ പദ്ധതിയിൽ ഉരുത്തിരിഞ്ഞ വസ്തുതയാണ്. അതിനെ ചോദ്യം ചെയ്യുവാൻ നമുക്കെന്ത് അവകാശം? അതേസമയം ഖുർആനിൽ ഇതേ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കുകയാണെങ്കിൽ തൗബ ചെയ്തു മടങ്ങിയ ആദാമിനെ നോക്കുക, ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല. ഇപ്പോഴും ഒരു പാപത്തിൽ ഭൂമിയിലേക്ക് തള്ളിവിട്ട് മനുഷ്യകുലം ഈ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്ത്? അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഞാൻ മുസ്ലിം സഹോദരങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ എല്ലാ വേദങ്ങളും എല്ലാ പ്രവാചകന്മാരെയും ഈക്വലായിട്ട് സമമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. യേശുവിൻ്റെ അവസാനത്തെ സുവിശേഷം എലോയി എലോയി ലമ സബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പൂർണ്ണ ദൈവമായിരുന്നുവെങ്കിൽ ആ ചോദ്യം ഉണ്ടാകുമായിരുന്നു. ആദ്യത്തെ ഒരു വചനത്തിൽ ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും വിശ്വസിക്കലാണ് സർവ പ്രവാചകന്മാരും സർവവേദഗ്രന്ഥങ്ങളും എന്നാണ് ബൈബിളിൽ കാണുന്നത്. ഇതിനൊരു മറുപടി. ഈ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നു എന്നാണ് ആ ബഹുമാന്യ നമ്മുടെ പ്രായമുള്ള അങ്കിള് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ പ്രവാചകന്മാരുടെ പുസ്തകം അറിയാമായിരുന്നെങ്കിൽ ഈ ചോദ്യം പ്രസക്തമാകുമായിരുന്നില്ല. കാരണം ഇത് സങ്കീർത്തനം 22-ന്റെ 1-ാമത്തെ വാക്യമാണ്. സങ്കീർത്തനം 22-ന്റെ 1-ാമത്തെ കർത്താവായ യേശുക്രിസ്തു സങ്കീർത്തനം 22 യേശുവിന്റെ ഇത് സുഹൃത്തെ, ബഹുമാനപ്പെട്ട അങ്കിൾ അറിഞ്ഞിരിക്കണം, സബൂറിൽ ഉള്ള സങ്കീർത്തനമാണ് യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് ഏറ്റവും അവസാനത്തെ അല്ല, യേശു ക്രൂശിൽ വെച്ച് 7 മൊഴികളിൽ ഒന്നായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാന സത്യങ്ങൾ മനസ്സിലാക്കണം. 22-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ അത്ഭുതകരമായിട്ട് ഇതിന്റെ നിവൃത്തി എങ്ങനെയാണ് ആയെന്നുള്ളത് കാണാൻ കഴിയുന്നതാണ്. ഈ 22-ാം സങ്കീർത്തനം കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശിൽ കിടന്ന് പറയുന്ന 22-ാം സങ്കീർത്തനം യഹൂദന്മാര് സന്ധ്യാനേരത്തെ യാഗത്തിന് പറയുന്ന പ്രാർത്ഥനകളിൽ ഒന്നായിരുന്നു. ആ സന്ധ്യായാമത്തിന്റെ പ്രാർത്ഥനയുടെ സമയമായപ്പോൾ മഹായാഗമായ യേശു ക്രിസ്തു യഹൂദന്മാർ പറയുന്ന അതേ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് അത്ഭുതകരമായി ആ യാഗങ്ങളുടെ പരിഹാരം താനാണ് എന്ന് പറഞ്ഞു. 22-ന്റെ 1 പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ഒരു രീതിയുണ്ട്, ആ തുടങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ സങ്കീർത്തനം മുഴുവൻ പറഞ്ഞായിട്ട് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ 22 അതേ സങ്കീർത്തനത്തിന്റെ തന്നെ ഞാൻ അടുത്ത ചോദ്യത്തിന്റെ ഇതിനെ പറയാൻ വേണ്ടി വരുന്നുണ്ട്, എങ്ങനെയാണ് ദൈവമെന്ന് വിളിച്ചതെന്ന് അത് ഞാൻ പറയാൻ വേണ്ടി വരുന്നുണ്ട്. 22-ന്റെ അവസാനം ഞാൻ ആദ്യം ഒന്ന് വായിക്കുകയാണ്. അവിടെ പറയുന്നത്, ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും, അവർ അന്ന് ജനിക്കുവാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. എല്ലാം നിവർത്തിയായി എന്ന് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞു തുടങ്ങിയ കർത്താവായ യേശു ക്രിസ്തു ഈ രക്ഷയുടെ എല്ലാ മാർഗവും നിവർത്തിച്ചു എന്ന് പറഞ്ഞ ഈ സങ്കീർത്തനത്തിന്റെ അവസാന വാക്കും കൂടി പറഞ്ഞാണ് പോയത്. അവിടെ ഒരു പ്രവചനവും അത്ഭുതകരമായ യാഗങ്ങളുടെ നിവർത്തിയുമാണ് എന്ന് സബൂർ നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും, ഇല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ ദൈവമേ എന്ന് എങ്ങനെ വിളിച്ചു വന്ന് അത് പിതാവും പുത്രനെ എങ്ങനെയാണ് വിളിക്കുന്നത്? പിതാപുത്രനെ എങ്ങനെയാണ് വിളിക്കുന്നത്? എബ്രായ ലേഖനം 1-ാം അധ്യായം. അതുകൊണ്ട് പിതാപുത്രനോട് എങ്ങനെയാണ് പറയുന്നത്? ദൈവമേ നിന്റെ സിംഹാസനം
എന്നും എന്നേക്കും ഉള്ളതെന്നാണ്. ആര് പറയുന്ന? പിതാവ് പുത്രനോട് പറയുന്നത് എന്താ? ദൈവമേ, നിന്റെ സിംഹാസനം, പിതാവായ ദൈവം പുത്രനെയും പുത്രനായ ദൈവം പിതാവിനെയും പരിശുദ്ധാത്മാവും അവരെങ്ങനെയാണ് വിളിക്കുന്നത്? ദൈവമേ എന്ന് വിളിക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റും ഇല്ല. പിന്നെ 17-ാം അധ്യായത്തിൽ നിന്നാണ് അദ്ദേഹം ചോദിച്ചത്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും. ഇതാണ് ഈ മുഴുവൻ അധ്യായങ്ങളും വായിക്കാത്തതിനുള്ള പ്രശ്നങ്ങളാണ്. ജനാബ് എം അക്ബർ മൗലവി പറഞ്ഞു വരുത്തുന്ന തെറ്റുകളിൽ നിന്നുണ്ടാകുന്നതാണ്. കാരണം ഈ മുഴുവൻ അധ്യായം വായിച്ചു കഴിഞ്ഞ് അങ്ങനെ അതിന് കൃത്യാർത്ഥം മനസ്സിലാവും. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിന്നിലുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വീകരിക്കണമെന്നാണ് പറയുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിന്നിലുണ്ടായിരുന്ന മഹത്വം. ലോകസ്ഥാപനത്തിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിലെ പിതാവിലുണ്ടായിരുന്ന മഹത്വം സാധാരണ മനുഷ്യനാണോ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, അങ്ങോട്ട് വരാം, വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, അതിന്റെ 5-ാം വാക്യം. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. എന്തു വളരെ കൃത്യമായിട്ടാണ്. അതാണ് ഈ അധ്യായം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സംശയങ്ങൾ പോവും. ജനാബ് എം അക്ബർ മൗലവി അങ്ങനെയുള്ള ദാവാ പ്രാസംഗികരും പഠിപ്പിക്കുന്ന മുറിവാക്യങ്ങൾ വായിക്കാതെ ഇന്ന് അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരാവുന്നതാണ്, ഞങ്ങൾ എത്തിച്ചു തരാവുന്നതാണ്. www.sakshitimes.org എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് നിങ്ങളുടെ ആശയവിനിമയം നടത്തുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം നടക്കുന്നത് ഫൈൻ ആർട്സ് ഹോളിൽ വെച്ചാണ്. അവർ നമുക്കൊരു സമയം തന്നിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ അത് നിർത്തിക്കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമായതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാർ ക്ഷമിക്കുകയും, പ്രത്യേകിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾ www.sakshi.org ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഞങ്ങൾ തരുന്നതുമായിരിക്കും. ഇപ്പോൾ നന്ദി പ്രകടനത്തിനായിട്ട് പ്രിയ പീറ്റർ ജോസഫ് ബ്രദറിനെ ക്ഷണിക്കുന്നു. പ്രിയ, 1 മിനിറ്റ് നന്ദി പ്രകടനം കഴിഞ്ഞിട്ട് ജെറിയുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. വലിയവനായ ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഈ മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹമായിട്ട് നടത്തി തരുവാൻ പ്രസാദിച്ച വലിയവനായ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഇത്ര നല്ല രീതിയിൽ, ഇത്ര മഹത്തായ രീതിയിൽ ഇത്രയും പേർക്ക് കടന്നു വന്ന് ഈ മീറ്റിംഗ് നടത്തുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇടയാക്കി. തന്നെയല്ല, ഈ മീറ്റിംഗിന് ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് വലിയവനായ ദൈവത്തിന് തന്നെയാണ്. അടുത്തായിട്ട് നന്ദി പറയാനുള്ളത് എം അക്ബർ സാഹിബിനാണ്. അദ്ദേഹമാണ് ഈ മീറ്റിംഗിന്, ഇങ്ങനൊരു മീറ്റിംഗിന് ഇടയാക്കിയത്. അല്ലായിരുന്നെങ്കിൽ ഈ മീറ്റിംഗ് ഇവിടെ നടക്കില്ലായിരുന്നു. തന്നെയല്ല, ഇന്ന് കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരുമാണ് ഈ പ്രോഗ്രാമിന് കടന്നു വന്ന് ഇത് വിജയമാക്കി തീർത്തത്. നിങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. തന്നെയല്ല, ബോംബെയിൽ നിന്ന് ജെറി ബ്രദർ കടന്നു വന്നു. ബോംബെയിൽ നിന്ന് കടന്നു വന്ന ജെറി ബ്രദറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ സാക്ഷി അപ്പോളജറ്റിക്സിന് വേണ്ടിയിട്ട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. സിയാദ് മുഹമ്മദ് അല്ലെങ്കിൽ സിയാദ് ഇബ്രാഹിം, അദ്ദേഹം കോട്ടയത്ത് നിന്ന് കടന്നു വന്നു. അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. തന്നെയല്ല, ഈ ഫൈൻ ആർട്സ് സൊസൈറ്റി, ഈ ഫൈൻ ആർട്സ് ആണ് അനുവദിച്ചു തന്ന ഫൈൻ ആർട്സ് സൊസൈറ്റിക്ക് ഞങ്ങളുടെ സാക്ഷി അപ്പോളജറ്റിക്സിന്റെ പേരിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ നടന്ന ഈ മീറ്റിംഗ് വീഡിയോ റെക്കോർഡിംഗ് ചെയ്തെന്ന റിജോയ് പൂമല ടീമിനോടുള്ള ആത്മാർത്ഥമായ നന്ദിയെ ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. തന്നെയുമല്ല, മൈക്ക്, ലൈറ്റ്, സൗണ്ട് ഇതെല്ലാം ഭംഗിയായിട്ട് നടത്തി തന്ന ഈ ടീമിനുള്ള നന്ദിയെയും ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ദയവായിട്ട് ശാന്തരായിട്ടിരിക്കണം. ഇവിടെ പ്രോഗ്രാം തീർന്നിട്ടില്ല. ദയവായിട്ട് ശാന്തരായിരിക്കണം. നിങ്ങളുടെ മീറ്റിംഗിൽ വന്നിട്ട് ഇങ്ങനെ ആരും ചെയ്യാതില്ലല്ലോ. നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക. സംസാരിക്കുകയാണെങ്കിൽ പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞു. ശാന്തമായിട്ടിരിക്കുക, മിണ്ടാതിരിക്കുക. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. അല്ലാതെ എല്ലാവർക്കും മിണ്ടാനുള്ള, എല്ലാവരും കൂടെ ഒച്ച വെക്കാനുള്ള സ്ഥലമല്ല ഇത്. പറയുന്നത് പ്രിയ വാളണ്ടിയേഴ്സ് അനേകർ ഇതിന്റെ പുറകിൽ അധ്വാനിച്ചു. ആ വാളണ്ടിയേഴ്സിനുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു.
തന്നെയല്ല പല ചർച്ചുകളിൽ നിന്നും പല സ്ഥാപനങ്ങളിൽ നിന്നും പല ടീമുകളായിട്ട് കടന്നു വന്ന് ഈ മീറ്റിങ്ങിനെ സഹായിച്ച നിങ്ങൾക്ക് എല്ലാവരോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. തന്നെയല്ല ഇന്ന് ഇവിടെ കടന്നു വന്ന് ഈ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്തു തന്ന ഈ നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദിയെ ആത്മാർത്ഥമായിട്ട് അറിയിക്കുകയാണ്. ഇപ്പോൾ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് സഹോദരൻ ജോൺസൺ ബ്രദറിനെ ക്ഷണിച്ചോളൂ. എല്ലാവരും ഒരു മിനിറ്റ് മൗനമായിട്ട് നിൽക്കണം. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ നന്മകൾക്കായിട്ട്, ഉപകാരങ്ങൾക്കായിട്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. പ്രാരംഭം മുതൽ അവിടുത്തെ വലിയൊരു കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നു. ഞങ്ങളെ വഴി നടത്തിയ കൃപകൾക്കായി സ്തോത്രം. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ നിന്റെ മക്കൾക്കായിട്ടും സ്തോത്രം. പ്രത്യേകാൽ ഞങ്ങൾക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ അങ്ങയുടേതായിരിക്കുന്ന വചനത്തിൽ നിന്ന് ശ്രവിപ്പാൻ അവിടുന്ന് കൃപ തന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. പ്രത്യേകാൽ ചോദ്യം ചോദിച്ച പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഞങ്ങളങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ആവശ്യമായ ദൈവകൃപ നൽകണം എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവ് ഞങ്ങൾക്ക് നൽകിയ നന്മകൾ ഓരോന്നായി ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. സർവമഹത്വവും ഞങ്ങളങ്ങേക്ക് തരുന്നു. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാം ദൈവത്തിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഇവരോടും വിശേഷാൽ ഇന്ന് ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ടവരോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരേണമേ.